ഗൗതം, കുംഭമേളയെക്കുറിച്ച് പറയാൻ പല ഇടതുപക്ഷ ചിന്താഗതിയുള്ള മാധ്യമപ്രവർത്തകർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുംഭമേളയിൽ ആളുകൾ വരുന്നതും അവിടുത്തെ സന്യാസിമാരെ കുറിച്ചൊക്കെ ഒന്നും പറയില്ല. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വലിച്ചു നീട്ടി ബ്രേക്കിംഗ് ആയിട്ടൊക്കെ കുംഭമേളയിൽ അക്രമം നടന്നു, കുംഭമേളയിൽ പൊട്ടിത്തെറി സംഭവിച്ചു, തിക്കും തിരക്കിൽ ഒരുപാട് പേർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അതിനെ എത്രത്തോളം മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ ശ്രമിക്കും. ഇപ്പോൾ SFIയുടെ ഒരു നേതാവ് കമ്മ്യൂണിസം ഉപേക്ഷിച്ച്, അതായത് ചെങ്കൊടി വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മീയതയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുംഭമേളയിൽ വന്ന് മനസ്സ് മാറി അദ്ദേഹം ആത്മീയതയുടെ പാതയിലേക്ക് എത്തി സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഇദ്ദേഹത്തെ മാതൃകയാക്കണം എന്നുള്ളതാണ്. എന്താണ് സംഭവം? എവിടെയാണ്? ആരാണ്? മാർക്സിസത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് കടന്ന ഒരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്, വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. മലയാളിയാണ്, എല്ലാവർക്കും അറിയാം, സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ABC ടോക്സിലൊക്കെ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള മീഡിയ അക്കാഡമിയിൽ നിന്ന് 1ാം റാങ്കോടുകൂടി ജേർണലിസം പൂർത്തിയാക്കി. പിന്നീട് പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ, മാതൃഭൂമിയിലടക്കം നിരവധി വർഷങ്ങൾ ജോലി ചെയ്ത് SFI നേതാവാണ്. പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഒരാൾ സന്യാസം, അതും നാഗസന്യാസിമാരുടെ ഒരു വിഭാഗത്തിലേക്ക് ചേക്കേറുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമി ആനന്ദവനം ഭാരതി, ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ഭുതവും ഒപ്പം തന്നെ വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ശരിക്കും ധന്യ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മീയമായ തേജസ്സിനെ കുറിച്ചൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ സമയമില്ല. എല്ലാത്തിലും രാഷ്ട്രീയം മാത്രം ജകഞ്ഞ് രാഷ്ട്രീയം മാത്രം തുപ്പുന്ന മാധ്യമപ്രവർത്തകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനന്ദവനം ഭാരതിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും മാതൃകയാക്കുകയൊക്കെ വേണം. പ്രത്യേകിച്ചും കേരള മീഡിയ അക്കാഡമിയിൽ നിലവിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള മീഡിയ അക്കാഡമി എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ ഒരു അടിമക്കമ്മികളുടെ ഒരു കോട്ടയാണ് യഥാർത്ഥത്തിൽ. ഈ നല്ലൊരു സ്ഥാപനമാണെങ്കിലും അടിമക്കമ്മികളുടെ ഒരു കോട്ടയാണ്. കമ്മിയാകുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ അടിമക്കമ്മി എന്ന് പറയുന്നത് വളരെ ദുരന്ത ആളുകളാണ് ഈ അടിമക്കമ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിമക്കമ്മികളിലെ കോട്ടയിലുള്ള പല ആളുകളും ശരിക്കും ഞെട്ടിപ്പോയി. അതായത് അവിടുന്ന് 1ാം റാങ്ക് കിട്ടിയ ഒരാൾ ഈ ഒരു യോഗിയുടെ കുംഭമേളയിൽ പങ്കെടുക്കുന്നു, 2 സന്യാസം സ്വീകരിക്കുന്നു, 3 അദ്ദേഹം പേര് മാറ്റി അദ്ദേഹം മറ്റൊരു പേരിലേക്ക് മാറുന്നു. സത്യത്തിൽ സഹാക്കന്മാർ ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സഹാക്കന്മാർ ഞെട്ടി എന്തായാലും. അതായത് ഈ മാർക്സിസത്തിൽ നിന്ന് സന്യാസത്തിലേക്ക്, അതായത് ഇദ്ദേഹം ഈ ജുന അഖാഡ എന്ന് പറഞ്ഞിട്ട്, ഈ അഖാഡ എന്നതിൻ്റെ അർത്ഥം ഈ സന്യാസിമാരുടെ, വിവിധ തരത്തിലുള്ള സന്യാസിമാരുടെ ഒരു സെക്റ്റാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്കൂൾ എന്ന് നമുക്ക് വിളിക്കാം. ഈ ശങ്കരാചാര്യരൊക്കെ സ്ഥാപിച്ച, അതായത് ദശനാമ സമ്പ്രദായ പ്രകാരമുള്ള കുറച്ചധികം സന്യാസി വിഭാഗങ്ങളുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ഈ ജുന അഖാര എന്ന് പറയുന്നത്. ഈ അഖാര എന്ന് പറയുന്നതിൻ്റെ സംസ്കൃത അർത്ഥം എന്ന് പറയുന്നത് അൺഡിവിസിബിൾ, അതായത് വേർതിരിവില്ലാത്തത്, കൂട്ടമായി നിൽക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ അത്തരം ഒരു വിഭാഗത്തിലാണ് ഇദ്ദേഹം, ഈ നാഗസന്യാസിയായിട്ടുള്ള ആളാണ് ഈ ആനന്ദവനം ഭാരതി ജുന അഖാഡയിൽ. അതായത് ഈ 13ഓളം വരുന്ന അഖാഡകളിൽ ഏറ്റവും പുരാതനവും അല്ലെങ്കിൽ ഏറ്റവും വിപുലവുമായിട്ടുള്ള ഒരു അഖാഡയാണ് ഈ ജുന അഖാഡ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ മണ്ഡലേശ്വരായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു ഹൈറാർക്കി, ഈ അഖാഡകളുടെ ഒരു ഹൈറാർക്കി ലെവലിൽ ഏറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് ഈ മണ്ഡലേശ്വർ. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിനെ ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ വരുന്ന ഈ കുംഭമേളയിൽ കഴിഞ്ഞ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള അർച്ചനകളും അഭിഷേകങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അദ്ദേഹം മണ്ഡലേശ്വരായിട്ടാണ് അറിയപ്പെടുക. അപ്പം നിരവധി ഈ അഖാഡകളുടെയൊക്കെ നിയന്ത്രണം, അവരുടെ റിച്വലായിട്ടുള്ള മറ്റു പരിപാടികൾ, ഇതിൻ്റെയൊക്കെ നിയന്ത്രണത്തിലേക്കൊക്കെ എത്തുന്ന ഒരു ജോലിയാണ് അദ്ദേഹം ഇനി നിർവഹിക്കുക. ഈ ജുന അഖാഡ, നേരത്തെ പല ആളുകൾക്കും പല വിധത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് ഈ ജുന അഖാഡ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ ജുന അഖാഡ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ നാഗസന്യാസിമാരാണ് ഈ ജുന അഖാഡയിൽ പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ കുംഭമേളയിലൊക്കെ ഭസ്മധാരൊക്കെ നേക്കിഡായിട്ട്, നഗ്നരായിട്ട് ഭസ്മൊക്കെ ധരിച്ച് സ്നാനമൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, ഇവരൊക്കെ ഈ നാഗസന്യാസിമാരുടെ വിഭാഗത്തിൽ പെടുന്ന ഒരാളുകളാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ അഖാഡകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആയുധധാരികളാണ്. അതായത് ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കുക എന്നൊരു ചുമതലയോടുകൂടി
പ്രവർത്തിക്കുന്ന ഒരു ആളുകളാണ് ഈ അഖാഡകൾ എന്ന് പറയുന്നത്. അതായത് ഈ 15-ാം നൂറ്റാണ്ടിലായിട്ടാണെന്ന് തോന്നുന്നു ഈ മുഗളന്മാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് മുസ്ലിം ഇൻവേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ അഖാഡകളെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വെപ്പൺ എങ്ങനെ ഇവരുടെ ഈ ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ട്, കാരണം സന്യാസിമാർ എന്തിനാണ് എന്താണ് വെപ്പൺസ് അല്ല ഇത്തരം ആയുധങ്ങൾ, പല രീതിയിലുള്ള ആയുധങ്ങളൊക്കെ എന്തിനാണ് കൈവശം വയ്ക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. പ്രധാനമായിട്ടും അധിനിവേശത്തെ കൃത്യമായിട്ട് എതിർക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നേരത്തെ തന്നെ അഖാഡമാരെ പല രാജവംശത്തിലെ അധികാരികളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ആയുധധാരികളാണ് ഇവർ എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി എന്താണ് ഈ ജുന അഖാഡ? ഗൗതം, ഈ ജുന അഖാഡയാണ് ഭാരതത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ അഖാഡ എന്ന് പറയുന്നത്. മഹാനിർവാണി, നിരഞ്ജിനി അഖാഡകളും പ്രധാനപ്പെട്ടവയാണ്. ശൈവ ബ്രഹ്മചാരികളുടേതാണ് അഗ്നി അഖാഡ. ഉത്തര ഭാരതത്തിൽ സംന്യാസി എന്ന വാക്ക് പൊതുവെ ശൈവരെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. കുംഭമേളയിൽ പ്രാധാന്യം ശൈവർക്കാണ്. ജൂന, മഹാനിർവാണി, നിരഞ്ജിനി, അഗ്നി, അവാഹൻ, ആനന്ദ്, അഠൽ എന്നിവയാണ് ശൈവ അഖാഡകൾ. അതായത് ഈ ജൂന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അഖാഡകളിൽ ഒന്ന് തന്നെയാണ് ഈ ജൂന. അതാണിപ്പോൾ ഈ ആനന്ദഭാരതി എന്ന് പറയുന്ന ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. 13 അഖാഡകളിൽ 3 വൈഷ്ണവരുടേതാണ്. ദിഗംബർ അനി, നിർമോഹി അനി, ശ്രീ നിർവാണി അനി എന്നിവയാണ് വൈഷ്ണവ അഖാഡകൾ. വൈഷ്ണവ സംന്യാസികളെ ഈ സംന്യാസികൾ എന്നാണ് പറയുന്നത്. പൊതുവെ വൈരാഗികൾ എന്നാണ് വിളിക്കാറ്. ഇവരുടെ സംന്യാസ നാമം പൊതുവെ ദാസ് എന്നായിരിക്കും അവസാനിക്കുന്നത്. അഖാഡകളിൽ 2 ഉദാസീനുകളുടേതാണ്. സിഖ് ഗുരുവായ ഗുരു നാനാക്ക് ദേവിനെ കൂടി ആചാര്യനായി കരുതി ആരാധിക്കുന്നവരാണ് ഇവർ. നയാ ഉദാസീൻ, ബഡാ ഉദാസീൻ എന്നിവയാണ് ഉദാസീൻ വിഭാഗത്തിലെ അഖാഡകൾ. ഇനിയൊന്നുള്ളതാണ് നിർമ്മൽ അഖാഡ. ഇങ്ങനെ മൊത്തം 13 അഖാഡകളാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നതും അതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നതും. ശൈവ അഖാഡികളിലെ മുഴുവൻ സന്യാസിമാരും നാഗബാബർമാരാണ്. കുംഭമേളയ്ക്ക് പ്രത്യക്ഷമാവുകയും അത് കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നവരല്ല നാഗബാബന്മാർ. ഹിമാലയത്തിൽ നിന്ന് വന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന കുറച്ചുപേർ അവരിൽ ഉണ്ടാകുമെന്ന് മാത്രം. അഘോരികളും അഖാഡകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേരളത്തിൽ പലതും ഇത് സമാനമെന്നാണ് കരുതുന്നത്. എന്നാൽ നാഗബാബമാരും അഘോരികളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. അഘോരി എന്നത് സന്യാസവുമല്ല. ശ്മശാന സാധന സമ്പ്രദായക്കാരാണ് അഘോരികൾ. ശ്മശാന സാധനയെ ഉത്തമ സാധനയായി സന്യാസി സമൂഹം കാണുന്നില്ല. അപ്പോൾ ഈ വ്യത്യസ്തരായ നമ്മൾ ഈ സന്യാസി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിക്കുന്നത് ഒറ്റ സന്യാസി, ഒരേ ഒരു വിഭാഗം. പക്ഷെ അങ്ങനെയല്ല. ഈ 13 വിഭാഗങ്ങൾ, ഇവരിലെ ആളുകളാണ് ഈ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഏത് തരത്തിലേക്ക്, അത് പല സമുദായത്തിൽ പെടുന്നവർ, പല ജാതിയിൽ പെടുന്നത്, പല സംസ്കാരത്തിൽ പെടുന്നവരൊക്കെ അത് മാറിക്കൊണ്ട് സന്യാസത്തിലേക്ക്, ആത്മീയതയിലേക്ക് വരുന്നു. സന്യാസത്തിന്റെ പാത സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമില്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, നമ്മൾ ഈ വേൾഡ്ലി ആയിട്ടുള്ള മറ്റേ പല തരത്തിലുള്ള സുഖങ്ങളെയും ഉപേക്ഷിച്ചു, ലൗകിക സുഖങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു വല്ലാത്ത ഒരു സഞ്ചാരമാണ് അത്. അത് പ്രത്യേക ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ, അല്ലെങ്കിൽ പല ആളുകളും ഇപ്പോൾ ഈ നമ്മുടെ ഇദ്ദേഹം ഒരു മഹാമണ്ഡലേശ്വരായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആളുകൾ കളിയാക്കലും പുച്ഛിച്ചുകൊണ്ടൊക്കെ സഖാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ശരിക്കും കാണുമ്പോൾ വളരെയധികം കഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ രീതി, ഏത് രീതിയിലാണ് ഇദ്ദേഹം സഞ്ചരിച്ചത്, എന്താണ് ഈ അഖാര സമ്പ്രദായം, ആരാണ് നാഗസന്യാസിമാർ, ഇത്തരം പഠനങ്ങളൊന്നും നടത്താതെയാണ് ഈ പുച്ഛിക്കൽ യഥാർത്ഥത്തിൽ ഇവർ നടത്തുന്നത് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പൂർവാശ്രമത്തിലെ പേര് എന്ന് പറയുന്നത് പി സലിൽ എന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഈ പേര് 2019 കുംഭമേളയിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹം ഈ ആനന്ദവനം ഭാരതിയായിട്ട് മാറിയത്. ഈ നാഗസന്യാസിമാരുടെ വിഭാഗത്തിലേക്ക് വന്നത് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകർക്കൊക്കെ, പ്രത്യേകിച്ചും സഖാക്കന്മാർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു
എന്താ പറയുക കണ്ണു തുറക്കലായിരിക്കും തീർച്ചയായിട്ടും. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കാരണം സഖാവിനും സന്യാസത്തിലേക്ക് മാറാം, അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും സന്യാസത്തിലേക്ക് മാറാം. തീർച്ചയായിട്ടും.